നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഇന്ന് അമ്പൂരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അമ്പൂരിയുള്ള ഏകദേശമുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അമ്പൂരിയിലെ പണി പൂർത്തിയായ പാലമാണ്. കുമ്പിച്ചൽ കടവ് പാലം എന്നാണ് അറിയപ്പെടുന്നത്. കുറേ ഷോർട്സും റീൽസും ഒക്കെ വന്നിട്ടുണ്ട്. വൈഡായിട്ടുള്ള കാഴ്ചകളും ലോങ് വീഡിയോയും ഇത് ആദ്യമായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അമ്പൂരി ജംഗ്ഷൻ കുറച്ച് മാറി പൂച്ചമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് കുമ്പിച്ചൽ കടവ് പാലത്തിലേക്കാണ് നമ്മളിപ്പോൾ യാത്രയാകുന്നത്. പണ്ട് ഉരുൾപൊട്ടി വന്ന് വീണ സ്ഥലം, പ്രകൃതി ദുരന്തം ഉണ്ടായി മണ്ണിടിഞ്ഞ് വന്ന് ഈ തൊട്ട് കഴിഞ്ഞിടത്താണ്. അതാണ് ഈ പൂച്ചമുക്ക് ജംഗ്ഷൻ. പൂച്ചമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് കുമ്പിച്ചൽ കടവ് പാലത്തിലേക്ക്. റോഡെല്ലാം ടാറിങ് പൂർത്തിയായി. ബാക്കി വിശദമായിട്ടുള്ള കാഴ്ചകൾ അങ്ങോട്ട് പോയിട്ട് കാണാം. റോഡ് ഇറങ്ങി വരുമ്പോഴേ അതിമനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇടത്തോട്ട് മായം 1.95 കിലോമീറ്റർ, കുമ്പിച്ചൽ കടവ് വലത്തോട്ട് പുരയുമല നേരെ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കുമ്പിച്ചൽ കടവ് പാലം. അമ്പൂരി ഗ്രാമക്കാരുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഒരു പാലം. അമ്പൂരി ഗ്രാമക്കാരുടെ മാത്രമല്ല, ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് പോലും ഏറ്റവും വലിയ അട്രാക്ഷനുകളിലൊന്നായി മാറിയിരിക്കുകയാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. നെയ്യാർ റിസർവോയറിന് മുകളിൽ വരുന്ന 4ാമത്തെ പാലമാണ് ഈ പാലം. മറ്റ് 3 പാലങ്ങളിൽ ഒന്ന് പന്തപ്ലാമൂട് പാലം, ഒരു നാരോ ബ്രിഡ്ജ്, അത് ഞങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. മറ്റ് 2 ഉള്ളത്, ഏറ്റവും ആദ്യത്തെ പാലം പന്ത എന്ന സ്ഥലത്താണ്, തെക്കേ പന്ത എന്ന് പറയും. അതിന് തൊട്ടപ്പുറത്ത് മാറി തന്നെ ഒരു നടപ്പാലമുണ്ട്. ആ 2 പാലവും അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഏതായാലും ഈ പാലത്തിൻ്റെ മുകളിലോട്ടുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം താഴേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അതിലും ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. മഴക്കാലത്ത് പുറം ലോകവുമായി ബന്ധമൊന്നുമില്ലാതെ ചങ്ങാടത്തിലും കടത്തുവള്ളത്തിലുമൊക്കെ യാത്ര ചെയ്തു വന്നിരുന്ന അമ്പൂരി ഗ്രാമത്തിലെ നെയ്യാർ റിസർവോയറിന് അക്കരെയുള്ള കാരിക്കുഴി, പറത്തി തുടങ്ങിയ ഉന്നതികളിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനതയുടെ സ്വപ്ന സാഫല്യമാണ് കുമ്പിച്ചൽ കടവിൽ ഈ പാലമായി മാറിയിരിക്കുന്നത്. നെയ്യാർ ജലാശയത്തിന് കുറുകെ ഉയർന്ന വമ്പൻ പാലം കണ്ട് ഈ നാട്ടുകാർ അഭിമാനിക്കുകയാണ് ഇപ്പോൾ. 2021 ഇവിടെ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. നെയ്യാർ ഡാം ജലസംഭരണി നെയ്യാർ വന്യജീവി സംരക്ഷണ മേഖലയുടെ ഭാഗം ആയതിനാൽ
തടാകത്തിന് കുറുകെ പാലം നിർമ്മിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വേണമായിരുന്നു. ഇതിലേക്കായി കുറച്ച് കാത്തിരിക്കേണ്ടി വന്നെങ്കിലും CK ഹരീന്ദ്രൻ MLAയുടെ ഇടപെടലുകൾ ഫലം കണ്ടതോടെ കുമ്പിച്ചൽ കടവ് പാലം ദ്രുതഗതിയിൽ നിർമ്മാണം പൂർത്തിയാക്കാനായി. പാലത്തിൻ്റെ വലതുവശത്താണ് നിൽക്കുന്നത്. ഇങ്ങനെ പോകുന്നത് നേരെ അമ്പൂരിയുടെ എൻഡാണ്, തമിഴ്നാട് എൻഡിലോട്ടാണ് പോകുന്നത്. ഇത് ചെന്ന് റിസർവ് ചെന്ന് ചേരുന്നിടത്താണ് ഇരപ്പാങ്കുഴി വെള്ളച്ചാട്ടം ഉള്ളത്. ആ കാണുന്നത് കൂനിച്ച് കൊണ്ടകെട്ടി മലകളാണ്. മുമ്പ് നമുക്ക് കടത്തുവള്ളം ഉണ്ടായിരുന്ന ഈ സൈഡിലാണ്. പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ആ കടത്ത് കടവാണ് അവിടെ നിന്ന് വെള്ളം നേരെ അക്കരയ്ക്ക് പോകും. ഇത് നമ്മൾ ലോങ് വീഡിയോ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെയൊക്കെ പണിതെല്ലാം നിങ്ങൾ കണ്ടു കാണും. ഇപ്പോഴത്തെ ഡയറക്റ്റ് ഈ സൈഡിൽ നിന്ന് തന്നെ താഴോട്ടിറങ്ങാൻ വേണ്ടി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വശത്തും. 253.4 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഭൂനിരപ്പിൽ നിന്ന് 12.5 മീറ്റർ ഉയരത്തിലുള്ള 7 സ്പാനുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിൻ്റെ നിർമ്മാണ ചെലവ് 25 കോടി രൂപയാണ്. ഈ പാലം വന്നിട്ട് ഭയങ്കര ഉപകാരമായില്ല. അക്കരെ സ്ഥലത്തിൻ്റെ പേരെന്തുവാ? പറത്തി. മറ്റൊരു പേരൂടെ ഇല്ലേ മേലോട്ട് ചെന്ന് കഴിഞ്ഞാൽ? കാരിക്കുഴി. ഓക്കെ. അപ്പോൾ ഈ പാലം വന്നത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. നമ്മൾ എത്ര നാൾ കൊണ്ട് ആശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കൂടെ ആവുകയില്ലേ? അത് ആവശ്യമാണ്. സന്തോഷമല്ലേ? സന്തോഷമായി. നെയ്യാർ ഡാമിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി വരുന്ന ബോട്ടുകൾക്ക് പാലത്തിനടിയിലൂടെ സുഗമമായി കടന്നു പോകാനുള്ള വിധത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ടൂറിസം വകുപ്പിൻ്റെ ബ്രിഡ്ജ് ടൂറിസം പദ്ധതിയിലും കുമ്പിച്ചൽ കടവ് പാലം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എൻ്റെ നാടായ കോട്ടൂർ കാപ്പുകാട് ആനപരിപാലന കേന്ദ്രത്തിലേക്കുള്ള ബോട്ടിംഗ്, അമ്യൂണിറ്റി സെൻറ്റർ എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാനാണ് ലക്ഷ്യമെന്നും അറിയുന്നു. ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ഇക്കരെ എത്തിയിരിക്കുകയാണ്. അതാ ഒരു ബോർഡുണ്ട്. അവിടെ നിന്ന് ഇടത്തോട് തിരിഞ്ഞു കഴിഞ്ഞാൽ പറത്തി, വലത്തോട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചെമ്പകപ്പാറ, നേരെ പോയി കഴിഞ്ഞാൽ പുരയുമല. ഈ 3 ഡെസ്റ്റിനേഷനാണ് ഇവിടെ ഉള്ളത്. അക്കരെ ജംഗ്ഷൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. നമുക്കിവിടെ നിന്ന് നേരെ താഴെ ഇറങ്ങി ആ താഴത്തെ ആ റിസർവോയറിൻ്റെയും പാലത്തിൻ്റെ തൂണുകളുടെയും ഭംഗി ഇവിടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരികെ പോകാം. ഇവിടെ വന്ന് പുതിയ പാലം കണ്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത്രയും മനോഹരമായ ഒരു പാലം ഇവിടെ വന്നത് ഒരു അതിശയമാണ്. ആളുകളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഒരു സ്വപ്ന സാക്ഷാത്കാരം. ഇത്രയും കാലം ഇവിടെ വള്ളത്തിലൂടെയായിരുന്നു യാത്ര. അപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് അവർക്ക് യാത്രാ സൗകര്യമില്ല. നമുക്കൊക്കെ ആണെങ്കിൽ ആവശ്യം പോലെ യാത്രാ സൗകര്യം ഉണ്ട്. അപ്പോൾ യാത്രാ സൗകര്യം ഇല്ലായിരുന്ന ഒരു വിഭാഗത്തിന് എത്രയോ വർഷക്കാലത്തെ നിരന്തര പ്രയത്നം കൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന MLAയുടെയൊക്കെ അശാന്ത പരിശ്രമഫലമായി അവരാഗ്രഹം സാധിക്കത്തക്ക വിധത്തിൽ നല്ലൊരു പാലം ഭംഗിയായ രീതി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭാവിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇനി ഇവിടെ നല്ല റോപ്പ് വേയും അതേപോലെ ടൂറിസ്റ്റ് റിസോർട്ടുകളും മറ്റൊക്കെ വരുമ്പോൾ മറ്റുള്ള പല സ്ഥലങ്ങളെ അപേക്ഷിച്ചും ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് പ്രകൃതി സുന്ദര അല്ല കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള പ്രകൃതി രമണീയതയാണ്. നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ? എൻ്റെ പേര് സുശീലൻ, ഒറ്റശേഖരമംഗലം. പുള്ളി മിഷികാദാസ്, തൂങ്ങാമ്പാറ. ഞാൻ ഒരു ഫാം നടത്തുന്നു. ഞാൻ അധ്യാപകനായിരുന്നു, റിട്ടയർ അധ്യാപകനാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അമ്പൂരിയിലെ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു കുമ്പിച്ചൽ കടവ് പാലമെന്നും സമയബന്ധിതമായി അത് പൂർത്തീകരിച്ച് നൽകാനായതിൽ സന്തോഷമുണ്ടെന്നും വൈകാതെ പാലം നാടിനു വേണ്ടി തുറന്നുകൊടുക്കുമെന്നും CK ഹരീന്ദ്രൻ MLA പറയുന്നു.
അപ്പോൾ കുമ്പിച്ചൽ കടവ് പാലത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അവസാനവട്ട പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇവിടെ ഉദ്ഘാടനം കഴിയും. ഏതായാലും അമ്പൂരി കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് മറ്റൊരു വിസ്മയമായി മാറും ഈ പാലം എന്നതിലൊരു സംശയമില്ല. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.